എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാഖി അഷ്ടമന ആയുർവേദശാലയുടെ ചീഫ് കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ക്രിയാറ്റിൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്രിയാറ്റിൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തെറ്റായ ജീവിത രീതിയും ആഹാര രീതിയും. മറ്റൊരു കാരണമാണ് ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. ഈ കാരണത്തെക്കുറിച്ച് ആരും അധികം തന്നെ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഇത് വളരെ വലിയ ഒരു കാരണം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. മറ്റൊരു കാരണം നമ്മുടെ കിഡ്നിയുടെ ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നത് മൂലം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. ഇത് മിക്കവാറും ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും ദീർഘകാലമായിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഉദാഹരണം പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കൊക്കെ ദീർഘകാലമായി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം ക്രിയാറ്റിൻ ചില രോഗികളിൽ കാണാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചികിത്സയിലെ ആദ്യ പടിയാണ് നിദാന പരിവർജനം, അതായത് അവോയ്ഡൻസ് ഓഫ് ദ കോസറ്റീവ് ഫാക്ടർ. ക്രിയാറ്റിന് കാരണമായിട്ടുള്ള ഘടകങ്ങളെ ആദ്യം നമ്മൾ ഒഴിവാക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തെറ്റായ ജീവിത രീതിയും ആഹാര രീതിയും. അത് ക്രമപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ പകുതി ചികിത്സയായി. അതിനുശേഷം മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലമുള്ളതാണെങ്കിൽ എങ്ങനെ ഈ മരുന്നുകളുടെ ഡോസ് കുറച്ച് കൊണ്ടുവരാം, അത് ആയുർവേദ രീതിയിലൂടെയാണെങ്കിൽ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായ നമ്മുടെ ആഹാര രീതി, ആഹാരം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം എന്നുള്ളത് നോക്കാം. പ്രധാനമായും അരി ആഹാരങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അരിയാഹാരം, ഇപ്പോൾ പ്രമേഹമുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ അരിയാഹാരം അത് പ്രമേഹത്തെ കൂട്ടുന്നതായിരിക്കും. നമുക്ക് അരിയാഹാരത്തിന് പകരം ചാമയരി, തിനേരി മുതലായ മില്ലറ്റ്സ് വർഗ്ഗത്തിൽപ്പെട്ട ആഹാരങ്ങൾ ഡയറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ക്രിയാറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പ്രമേഹമുള്ളവരാണെങ്കിൽ പ്രമേഹത്തെയും കുറയ്ക്കാൻ സാധിക്കും. കൊളസ്ട്രോൾ പോലുള്ളതാണെങ്കിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഉപകരിക്കും. അങ്ങനെ നമുക്ക് അടിസ്ഥാന കാരണങ്ങളെ ചികിത്സിച്ചുകൊണ്ട് ക്രിയാറ്റിനെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു ആഹാര രീതി സഹായിക്കും. ഇതുകൂടാതെ നമുക്ക് ഈ വല്ലീഫലങ്ങൾ എന്ന് പറയുമ്പോൾ വള്ളിയിൽ പടർന്നു കയറുന്ന പച്ചക്കറികളായ കോവയ്ക്ക, പീച്ചിങ്ങ മുതലായവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡ് മീറ്റ്, ബീഫ് മുതലായവ കഴിക്കാതിരിക്കുക. അവ കഴിക്കുമ്പോൾ ദഹനത്തിന് പ്രശ്നമുണ്ടാവുകയും അതുവഴി ക്രിയാറ്റിനെ കൂട്ടാനും സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് കൃത്രിമ പാനീയങ്ങൾ, ജങ്ക് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ ക്രിയാറ്റിൻ രോഗി വെള്ളം കുടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അമിതമായ അളവിൽ വെള്ളം ഒരു നേരം തന്നെ കുടിക്കുന്നത് ശരിയല്ല. വെള്ളം കുടിക്കേണ്ടത് ഇടവിട്ട് കുറേശ്ശെ വെള്ളം കുടിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആയുർവേദ പഞ്ചകർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ മുതലായ കാരണങ്ങളെയൊക്കെ ചികിത്സിക്കാൻ സാധിക്കും. അതുവഴി ക്രിയാറ്റിനെ കുറയ്ക്കാനും സാധിക്കും, മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നല്ല ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് ശരീരത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആയുർവേദ ചികിത്സകളായ തക്രധാര, അതുപോലെ തളം, ശിരോധാര, അതുപോലെ തന്നെ ഉദ്വർത്തനം, അത് പ്രമേഹ രോഗികളിൽ രക്തയോട്ടം കുറയുകയും അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ന്യൂറോപ്പതി ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ കുറയ്ക്കാനും ഒക്കെ ഈ ചികിത്സകൾ ഉപകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള പ്രമേഹത്തിനെയും കുറച്ച് അങ്ങനെ അതുവഴി ക്രിയാറ്റിനെ കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ ക്രിയാറ്റിനായിട്ടുള്ള ചില ആയുർവേദ മരുന്നുകളുണ്ട്. അവ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ക്രിയാറ്റിനെ പറ്റിയുള്ള ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.